ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിൽ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളുടെയെങ്കിലും മലയാള അർത്ഥം നമ്മൾ പഠിച്ചിരിക്കണം. ഇത് നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളടുത്ത ഒരാൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിലും ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. 30 ദിവസം കൊണ്ട് 3000 ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാനുള്ള ഒരു സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സീരീസിൽ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് ആ സീരീസ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ സീരീസിലുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണയായിട്ട് ഓരോ വീഡിയോയിലും 100 പുതിയ വാക്കുകളും അതിൻ്റെ മലയാള അർത്ഥവും അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്നുള്ളതുമാണ് പറയാറുള്ളത്. അപ്പോൾ ഇന്നും പുതിയ 100 വാക്കുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോ വാക്കിൻ്റെയും മലയാള അർത്ഥവും അതെങ്ങനെ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുക എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എക്സ്പെക്റ്റ്, പ്രതീക്ഷിക്കുക എന്നാണ് അർത്ഥം. ഞാൻ നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. ഐ ഡിഡൻറ്റ് എക്സ്പെക്ട്, ഞാൻ പ്രതീക്ഷിച്ചില്ല. ദിസ്, ഇത്. ഫ്രം യു, നിന്നിൽ നിന്ന്. ഐ ഡിഡൻറ്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. ഞാൻ നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. ഫേമസ്, പ്രശസ്തമായ. ഈ റെസ്റ്റോറൻറ്റ് വളരെ പ്രശസ്തമാണ്. ദിസ് റെസ്റ്റോറൻറ്റ് ഈസ് വെരി ഫേമസ്. ദിസ് റെസ്റ്റോറൻറ്റ്, ഈ റെസ്റ്റോറൻറ്റ്. വെരി ഫേമസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തം. ദിസ് റെസ്റ്റോറൻറ്റ് ഈസ് വെരി ഫേമസ്. ഈ റെസ്റ്റോറൻറ്റ് വളരെ പ്രശസ്തമാണ്. ഇൻസ്റ്റഡ്, പകരം എന്നാണ് അർത്ഥം. കോഫിക്ക് പകരം ചായ കുടിക്കൂ. ഡ്രിങ്ക് ടീ ഇൻസ്റ്റഡ് ഓഫ് കോഫി. ഡ്രിങ്ക്, കുടിക്കുക. ഡ്രിങ്ക് ടീ, ചായ കുടിക്കൂ. ഇൻസ്റ്റഡ് ഓഫ് കോഫി, കോഫിക്ക് പകരം. ഡ്രിങ്ക് ടീ ഇൻസ്റ്റഡ് ഓഫ് കോഫി, കോഫിക്ക് പകരം ചായ കുടിക്കൂ. കണ്ടിന്യൂ, കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ തുടരുക. ദയവായി നിങ്ങളുടെ ജോലി തുടരുക. പ്ലീസ് കണ്ടിന്യൂ യുവർ വർക്ക്. പ്ലീസ് കണ്ടിന്യൂ, ദയവായി തുടരുക. യുവർ വർക്ക്, നിങ്ങളുടെ ജോലി. പ്ലീസ് കണ്ടിന്യൂ യുവർ വർക്ക്, ദയവായി നിങ്ങളുടെ ജോലി തുടരുക. ഓൾമോസ്റ്റ്, ഏകദേശം. ജോലി ഏകദേശം തീർന്നു. ദ വർക്ക് ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് എന്ന് വെച്ചാൽ തീർന്നു അല്ലെങ്കിൽ പൂർത്തിയായി. ദ വർക്ക് ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. ജോലി ഏകദേശം തീർന്നു. റെസ്പോൺസിബിൾ, റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തമുള്ള. അദ്ദേഹം ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ്. ഹീ ഈസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ. പേഴ്സൺ എന്ന് വെച്ചാൽ വ്യക്തി. ഹീ ഈസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ. അദ്ദേഹം ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ്. ഒപ്പീനിയൻ, അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് കൂടുതൽ നല്ലത്. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഈസ് ബെറ്റർ. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ. ദിസ് ഈസ് ബെറ്റർ. ബെറ്റർ എന്ന് വെച്ചാൽ കൂടുതൽ നല്ലത്. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഈസ് ബെറ്റർ. എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് കൂടുതൽ നല്ലത്. നോട്ടീസ്, ശ്രദ്ധിക്കുക. നിങ്ങൾ ആ മാറ്റം ശ്രദ്ധിച്ചോ? ഡിഡ് യു നോട്ടീസ് ദ ചേഞ്ച്? ഡിഡ് യു നോട്ടീസ്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ദ ചേഞ്ച്, ചേഞ്ച് എന്ന് വെച്ചാൽ മാറ്റം. ഡിഡ് യു നോട്ടീസ് ദ ചേഞ്ച്, നിങ്ങൾ ആ മാറ്റം ശ്രദ്ധിച്ചോ? ഇംപ്രൂവ്, മെച്ചപ്പെടുത്തുക എന്നാണ് അർത്ഥം. എനിക്കെൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം. ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഐ വോണ്ട് ടു ഇംപ്രൂവ്, എനിക്ക് മെച്ചപ്പെടുത്തണം. മൈ ഇംഗ്ലീഷ്, എൻ്റെ ഇംഗ്ലീഷ്. ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്, എനിക്കെൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തണം. ലക്കി, ഭാഗ്യമുള്ള. അതൊരു ഭാഗ്യമുള്ള ദിവസമായിരുന്നു. ഇറ്റ് വാസ് എ ലക്കി ഡേ. ഇറ്റ് വാസ്, അതായിരുന്നു. എ ലക്കി ഡേ, ഒരു ഭാഗ്യമുള്ള ദിവസം. ഇറ്റ് വാസ് എ ലക്കി ഡേ, അതൊരു ഭാഗ്യമുള്ള ദിവസമായിരുന്നു. മാനേജ്, മാനേജ് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക. നിനക്കിത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു മാനേജ് ദിസ് അലോൺ? ക്യാൻ യു മാനേജ് ദിസ്, നിനക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അലോൺ എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക്. ക്യാൻ യു മാനേജ് ദിസ് അലോൺ, നിനക്കിത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? മെമ്മറി, ഓർമ്മ. അവൾക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ഷീ ഹാസ് എ വെരി ഗുഡ് മെമ്മറി. മെസ്സേജ്, സന്ദേശം. നിനക്കെൻ്റെ സന്ദേശം ലഭിച്ചോ? ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്? ഡിഡ് യു ഗെറ്റ്, നിനക്ക് കിട്ടിയോ? മൈ മെസ്സേജ്, എൻ്റെ സന്ദേശം. ഡിഡ് യു ഗെറ്റ് മൈ മെസ്സേജ്, നിനക്കെൻ്റെ സന്ദേശം കിട്ടിയോ? നാച്ചുറൽ, സ്വാഭാവികമായ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ. ഇതൊരു പ്രകൃതിദത്തമായ ഉൽപ്പന്നമാണ്. ദിസ് ഈസ് എ നാച്ചുറൽ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഉൽപ്പന്നം. ദിസ് ഈസ് എ നാച്ചുറൽ പ്രൊഡക്റ്റ്, ഇതൊരു പ്രകൃതിദത്തമായ ഉൽപ്പന്നമാണ്. നിയർ, നിയർ എന്ന് വെച്ചാൽ അടുത്ത്. ഇവിടെ അടുത്ത് വല്ല കടയുമുണ്ടോ? ഈസ് ദെർ എ ഷോപ്പ് നിയർ ഹിയർ? ഈസ് ദെർ എ ഷോപ്പ്, ഇവിടെ ഒരു കടയുണ്ടോ? നിയർ ഹിയർ, ഇവിടെ അടുത്ത്. ഈസ് ദെർ എ ഷോപ്പ് നിയർ ഹിയർ? ഇവിടെ അടുത്ത് വല്ല കടയുമുണ്ടോ? നെസസറി, അത്യാവശ്യമായ. ഇപ്പോൾ പോകേണ്ടത് അത്യാവശ്യമാണോ? ഈസ് ഇറ്റ് നെസസറി ടു ഗോ നൗ? ഗോ എന്ന് വെച്ചാൽ
പോവുക. നൗ ഇപ്പോൾ. ഈസ് ഇറ്റ് നെസസറി ടു ഗോ നൗ? ഇപ്പോൾ പോകേണ്ടത് അത്യാവശ്യമാണോ? നെയ്ബർ അയൽവാസി. എൻ്റെ അയൽവാസി വളരെ സഹായിക്കുന്ന ആളാണ്. മൈ നെയ്ബർ ഈസ് വെരി ഹെൽപ്ഫുൾ. ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ സഹായിക്കുന്ന. മൈ നെയ്ബർ ഈസ് വെരി ഹെൽപ്ഫുൾ. എൻ്റെ അയൽവാസി വളരെ സഹായിക്കുന്ന ആളാണ്. ഓഫൻ പലപ്പോഴും. ഞാൻ പലപ്പോഴും എൻ്റെ നാട്ടിൽ പോകാറുണ്ട്. ഐ ഓഫൻ വിസിറ്റ് മൈ വില്ലേജ്. വിസിറ്റ് എന്ന് വെച്ചാൽ സന്ദർശിക്കുക. ഐ ഓഫൻ വിസിറ്റ്. ഞാൻ പലപ്പോഴും സന്ദർശിക്കാറുണ്ട് അല്ലെങ്കിൽ പോകാറുണ്ട്. മൈ വില്ലേജ്. വില്ലേജ് എന്ന് വെച്ചാൽ ഗ്രാമം. ഐ ഓഫൻ വിസിറ്റ് മൈ വില്ലേജ്. ഞാൻ പലപ്പോഴും എൻ്റെ ഗ്രാമത്തിൽ പോകാറുണ്ട് അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ പോകാറുണ്ട്. പെയിൻ വേദന. ഐ ഹാവ് എ സ്ലൈറ്റ് പെയിൻ ഇൻ മൈ ലെഗ്. എൻ്റെ കാലിൽ ചെറിയൊരു വേദനയുണ്ട്. സ്ലൈറ്റ് എന്ന് വെച്ചാൽ ചെറിയ. ഐ ഹാവ് എ സ്ലൈറ്റ് പെയിൻ. എനിക്കൊരു ചെറിയ വേദനയുണ്ട്. ഇൻ മൈ ലെഗ്. ലെഗ് കാല്. ഇൻ മൈ ലെഗ് എൻ്റെ കാലിൽ. ഐ ഹാവ് എ സ്ലൈറ്റ് പെയിൻ ഇൻ മൈ ലെഗ്. എൻ്റെ കാലിൽ ചെറിയൊരു വേദനയുണ്ട്. പെർഹാപ്സ് ചിലപ്പോൾ. ചിലപ്പോൾ അദ്ദേഹം മീറ്റിംഗ് മറന്നു പോയതാകാം. പെർഹാപ്സ് ഹി ഫോഗോട്ട് ദ മീറ്റിംഗ്. ഫോഗെറ്റ് മറക്കുക. ഇതിൻ്റെ പാസ്റ്റാണ് ഫോഗോട്ട്, മറന്നു. പെർഹാപ്സ് ഹി ഫോഗോട്ട് ദ മീറ്റിംഗ്. ചിലപ്പോൾ അദ്ദേഹം മീറ്റിംഗ് മറന്നു പോയതാകാം. പെർമിഷൻ അനുവാദം. അകത്തേക്ക് കയറുന്നതിന് മുൻപ് അനുവാദം ചോദിക്കുക. ആസ്ക് ഫോർ പെർമിഷൻ ബിഫോർ എൻറ്ററിങ്. ആസ്ക് ചോദിക്കുക. ആസ്ക് ഫോർ പെർമിഷൻ അനുവാദം ചോദിക്കുക. ബിഫോർ എൻറ്ററിങ്. ബിഫോർ മുമ്പ്. എൻ്റർ എന്ന് വെച്ചാൽ അകത്ത് കടക്കുക അല്ലെങ്കിൽ പ്രവേശിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആസ്ക് ഫോർ പെർമിഷൻ ബിഫോർ എൻറ്ററിങ്. അകത്തേക്ക് കടക്കുന്നതിന് മുൻപ് അനുവാദം ചോദിക്കുക. പ്ലഷർ സന്തോഷം. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു. മീറ്റ് എന്ന് വെച്ചാൽ കണ്ടുമുട്ടുക അല്ലെങ്കിൽ നേരിട്ട് കാണുക എന്നൊക്കെയാണ് അർത്ഥം. ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. പോപ്പുലർ പ്രശസ്തമായ. അദ്ദേഹം ഒരു പ്രശസ്തനായ നടനാണ്. ഹീ ഈസ് എ പോപ്പുലർ ആക്ടർ. ആക്ടർ എന്ന് വെച്ചാൽ നടൻ. ഹീ ഈസ് എ പോപ്പുലർ ആക്ടർ. അദ്ദേഹം ഒരു പ്രശസ്തനായ നടനാണ്. പ്രൈസ് വില. ഈ വാച്ചിൻ്റെ വില എത്രയാണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് വാച്ച്? ക്വാളിറ്റി ഗുണമേന്മ. ഈ തുണിക്ക് നല്ല ഗുണമേന്മയുണ്ട്. ദിസ് ക്ലോത്ത് ഹാസ് ഗുഡ് ക്വാളിറ്റി. ദിസ് ക്ലോത്ത് ഹാസ് ഈ തുണിക്ക് ഉണ്ട്. ഗുഡ് ക്വാളിറ്റി നല്ല ഗുണമേന്മ. ദിസ് ക്ലോത്ത് ഹാസ് ഗുഡ് ക്വാളിറ്റി ഈ തുണിക്ക് നല്ല ഗുണമേന്മയുണ്ട്. റീസൺ കാരണം. നീ വൈകിയതിൻ്റെ കാരണം പറയൂ. ടെൽ മീ ദ റീസൺ ഫോർ യുവർ ഡിലേ. ടെൽ പറയുക. ടെൽ മീ എന്നോട് പറയൂ. ദ റീസൺ കാരണം. ഫോർ യുവർ ഡിലേ. ഡിലേ എന്ന് വെച്ചാൽ താമസം, വൈകൽ, ഇതൊക്കെയാണ് അർത്ഥം. ടെൽ മീ ദ റീസൺ ഫോർ യുവർ ഡിലേ. നീ വൈകിയതിൻ്റെ കാരണം പറയൂ. റെൻറ്റ് വാടക. എനിക്കിന്ന് വാടക കൊടുക്കണം. ഐ ഹാവ് ടു പേ ദ റെൻറ്റ് ടുഡേ. ഐ ഹാവ് ടു പേ. പേ എന്ന് വെച്ചാൽ കൊടുക്കുക. ഐ ഹാവ് ടു പേ എനിക്ക് കൊടുക്കണം. ദ റെൻറ്റ് വാടക. ടുഡേ ഇന്ന്. ഐ ഹാവ് ടു പേ ദ റെൻറ്റ് ടുഡേ എനിക്കിന്ന് വാടക കൊടുക്കണം. റെസ്പെക്റ്റ് ബഹുമാനം. എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുക. ഓൾവേസ് റെസ്പെക്റ്റ് യുവർ എൽഡേഴ്സ്. ഓൾവേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും. ഓൾവേസ് റെസ്പെക്റ്റ് എപ്പോഴും ബഹുമാനിക്കുക. യുവർ എൽഡേഴ്സ്. എൽഡേഴ്സ് എന്ന് വെച്ചാൽ മുതിർന്നവർ. ഓൾവേസ് റെസ്പെക്റ്റ് യുവർ എൽഡേഴ്സ് എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുക. സേഫ് സുരക്ഷിതം. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണ്. ഇറ്റ് ഈസ് സേഫ് ടു ട്രാവൽ നൗ. ട്രാവൽ എന്ന് വെച്ചാൽ യാത്ര ചെയ്യുക. ഇറ്റ് ഈസ് സേഫ് ടു ട്രാവൽ നൗ. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണ്. സെർച്ച് തിരയുക. ഞാൻ എൻ്റെ താക്കോലിനായി തിരയുകയാണ്. ഐ എം സെർച്ചിങ് ഫോർ മൈ കീസ്. സെൻഡ് അയയ്ക്കുക. എനിക്ക് ലൊക്കേഷൻ അയക്കൂ. സെൻഡ് മീ ദ ലൊക്കേഷൻ. സീരിയസ് ഗൗരവമായ. ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്. ദിസ് ഈസ് എ സീരിയസ് മാറ്റർ. മാറ്റർ എന്ന് വെച്ചാൽ കാര്യം. ദിസ് ഈസ് എ സീരിയസ് മാറ്റർ. ഇതൊരു ഗൗരവമുള്ള കാര്യമാണ്. സക്സസ് വിജയം. കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കുന്നു. ഹാർഡ് വർക്ക് ലീഡ്സ് ടു സക്സസ്. ഹാർഡ് വർക്ക് കഠിനാധ്വാനം. ലീഡ് എന്ന് വെച്ചാൽ നയിക്കുക എന്നാണ് അർത്ഥം. ഹാർഡ് വർക്ക് ലീഡ്സ് ടു സക്സസ്. കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കുന്നു. സപ്പോർട്ട് പിന്തുണ. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സർപ്രൈസ് അത്ഭുതം. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഐ ഹാവ് എ സർപ്രൈസ് ഫോർ യു. ടെറിബിൾ മോശം അല്ലെങ്കിൽ ഭയാനകമായ.
ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. ദ വെദർ ഈസ് ടെറിബിൾ ടുഡേ. വെദർ കാലാവസ്ഥ. ദ വെദർ ഈസ് ടെറിബിൾ കാലാവസ്ഥ വളരെ മോശമാണ്. ടുഡേ ഇന്ന്. ദ വെദർ ഈസ് ടെറിബിൾ ടുഡേ ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. തേഴ്സ്റ്റി ദാഹം. എനിക്ക് നല്ല ദാഹം തോന്നുന്നു. ഐ എം ഫീലിംഗ് വെരി തേഴ്സ്റ്റി. ട്രസ്റ്റ് വിശ്വാസം. എനിക്ക് അവനെ പൂർണ്ണ വിശ്വാസമാണ്. ഐ ട്രസ്റ്റ് ഹിം കംപ്ലീറ്റ്ലി. ഐ ട്രസ്റ്റ് ഹിം ഞാൻ അവനെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് അവന് വിശ്വാസമാണ്. കംപ്ലീറ്റ്ലി പൂർണ്ണമായി. ഐ ട്രസ്റ്റ് ഹിം കംപ്ലീറ്റ്ലി എനിക്ക് അവനെ പൂർണ്ണ വിശ്വാസമാണ്. ട്രഡീഷൻ ചടങ്ങ് അല്ലെങ്കിൽ പാരമ്പര്യം. ഇതൊരു പഴയ ചടങ്ങാണ്. ഇറ്റ് ഈസ് ആൻ ഓൾഡ് ട്രഡീഷൻ. ഓൾഡ് എന്ന് വെച്ചാൽ പഴയ. ഇറ്റ് ഈസ് ആൻ ഓൾഡ് ട്രഡീഷൻ. ഇതൊരു പഴയ ചടങ്ങാണ്. അഗ്ലി അരൂപിയായ അല്ലെങ്കിൽ വൃത്തികെട്ട. അതൊരു മോശം അല്ലെങ്കിൽ വൃത്തികെട്ട സംഭവമായിരുന്നു. ദാറ്റ് വാസ് ആൻ അഗ്ലി ഇൻസിഡൻറ്റ്. ഇൻസിഡൻറ്റ് എന്ന് വെച്ചാൽ സംഭവം. ദാറ്റ് വാസ് ആൻ അഗ്ലി ഇൻസിഡൻറ്റ്. അതൊരു മോശം സംഭവമായിരുന്നു. യുണീക്ക് അപൂർവമായ അല്ലെങ്കിൽ പ്രത്യേകതരമായ. എല്ലാവർക്കും അവരുടേതായ പ്രത്യേക ശൈലിയുണ്ട്. എവ്രി വൺ ഹാസ് എ യുണീക്ക് സ്റ്റൈൽ. എവ്രി വൺ എല്ലാവരും. സ്റ്റൈൽ എന്ന് വെച്ചാൽ ശൈലി. എവ്രി വൺ ഹാസ് എ യുണീക്ക് സ്റ്റൈൽ. എല്ലാവർക്കും അവരുടേതായ പ്രത്യേക ശൈലിയുണ്ട്. ഏർജൻറ്റ് അടിയന്തിരം അല്ലെങ്കിൽ തിരക്കിട്ട. എനിക്ക് കുറച്ച് തിരക്കിട്ട ജോലിയുണ്ട്. ഐ ഹാവ് സം ഏർജൻറ്റ് വർക്ക്. വില്ലേജ് ഗ്രാമം. എൻ്റെ ഗ്രാമം പച്ചപ്പുള്ളതാണ്. മൈ വില്ലേജ് ഈസ് വെരി ഗ്രീൻ. ഗ്രീൻ എന്ന് വെച്ചാൽ പച്ച നിറം അല്ലെങ്കിൽ പച്ചപ്പുള്ള. മൈ വില്ലേജ് ഈസ് വെരി ഗ്രീൻ. എൻ്റെ ഗ്രാമം പച്ചപ്പുള്ളതാണ്. വീക്ക് ദുർബലമായ അല്ലെങ്കിൽ ക്ഷീണമുള്ള. അദ്ദേഹത്തിന് നല്ല ക്ഷീണം തോന്നുന്നു. ഹീ ഈസ് ഫീലിംഗ് വെരി വീക്ക്. നോളജ് അറിവ്. അദ്ദേഹത്തിന് ചരിത്രത്തിൽ നല്ല അറിവുണ്ട്. ഹീ ഹാസ് ഗുഡ് നോളജ് ഓഫ് ഹിസ്റ്ററി. ജേണി യാത്ര. സുരക്ഷിതമായ ഒരു യാത്ര നേരുന്നു. ഹാവ് എ സേഫ് ജേണി. സേഫ് എന്ന് വെച്ചാൽ സുരക്ഷിതമായ. ഹാവ് എ സേഫ് ജേണി സുരക്ഷിതമായ ഒരു യാത്ര നേരുന്നു. ജോക്ക് തമാശ. അതൊരു തമാശ മാത്രമായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ ജോക്ക്. ഇൻറ്റൻഷൻ ഉദ്ദേശം. നിന്നെ വേദനിപ്പിക്കുക എന്നത് എൻ്റെ ഉദ്ദേശമല്ലായിരുന്നു. മൈ ഇൻറ്റൻഷൻ വാസ് നോട്ട് ടു ഹേർട്ട് യു. ഹേർട്ട് എന്ന് വെച്ചാൽ വേദനിപ്പിക്കുക. മൈ ഇൻറ്റൻഷൻ വാസ് നോട്ട് ടു ഹേർട്ട് യു. നിന്നെ വേദനിപ്പിക്കുക എന്നത് എൻ്റെ ഉദ്ദേശമല്ലായിരുന്നു. ഇൻസൾട്ട് അപമാനിക്കുക. ഡോണ്ട് ഇൻസൾട്ട് എനി വൺ. എനി വൺ ആരെയും. ഡോണ്ട് ഇൻസൾട്ട് എനി വൺ ആരെയും അപമാനിക്കരുത്. ഇമ്പോസിബിൾ അസാധ്യമായ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒന്നും അസാധ്യമല്ല. ഹറി തിടുക്കം. ദയവായി വേഗം വരൂ, നമ്മൾ വൈകി. പ്ലീസ് ഹറി അപ്പ്, വി ആർ ലേറ്റ്. ഹൈഡ് ഒളിക്കുക അല്ലെങ്കിൽ മറച്ചു വയ്ക്കുക. സത്യം മറച്ചു വയ്ക്കരുത്. ഡോണ്ട് ഹൈഡ് ദ ട്രൂത്ത്. ട്രൂത്ത് എന്ന് വെച്ചാൽ സത്യം. ഡോണ്ട് ഹൈഡ് ദ ട്രൂത്ത് സത്യം മറച്ചു വയ്ക്കരുത്. ഹെൽത്ത് ആരോഗ്യം. ആരോഗ്യമാണ് സമ്പത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്. വെൽത്ത് സമ്പത്ത്. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് സമ്പത്ത്. ഹാബിറ്റ് ശീലം. വായന നല്ലൊരു ശീലമാണ്. റീഡിംഗ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. റീഡിംഗ് വായന. റീഡിംഗ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. വായന നല്ലൊരു ശീലമാണ്. ഗസ് ഊഹിക്കുക. ബോക്സിനുള്ളിൽ എന്താണെന്ന് നിനക്ക് ഊഹിക്കാമോ? ക്യാൻ യു ഗസ് വാട്ട് ഈസ് ഇൻ ദ ബോക്സ്? ക്യാൻ യു ഗസ് നിനക്ക് ഊഹിക്കാമോ? വാട്ട് ഈസ് ഇൻ ദ ബോക്സ് ബോക്സിൽ എന്താണ്? ക്യാൻ യു ഗസ് വാട്ട് ഈസ് ഇൻ ദ ബോക്സ് ബോക്സിനുള്ളിൽ എന്താണെന്ന് നിനക്ക് ഊഹിക്കാമോ? ഗ്ലാഡ് സന്തോഷം. നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു. മീറ്റ് എന്ന് വെച്ചാൽ കണ്ടുമുട്ടുക അല്ലെങ്കിൽ കാണുക. ഐ എം ഗ്ലാഡ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജനറൽ പൊതുവായ. ഇത് പൊതുജനങ്ങൾക്കുള്ളതാണ്. ദിസ് ഈസ് ഫോർ ദ ജനറൽ പബ്ലിക്. പബ്ലിക് എന്ന് വെച്ചാൽ ജനങ്ങൾ അല്ലെങ്കിൽ പൊതുജനം. ദിസ് ഈസ് ഫോർ ദ ജനറൽ പബ്ലിക്. ഇത് പൊതുജനങ്ങൾക്കുള്ളതാണ്. ഫ്യൂച്ചർ ഭാവി. നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കൂ. തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ. തിങ്ക് എന്ന് വെച്ചാൽ ചിന്തിക്കുക. തിങ്ക് അബൌട്ട് യുവർ ഫ്യൂച്ചർ. നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കൂ. ഫൊഗീവ് ക്ഷമിക്കുക. വൈകിയതിന് ദയവായി എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് ഫൊഗീവ് മീ ഫോർ ബീയിങ് ലേറ്റ്. പ്ലീസ് ഫൊഗീവ് മീ എന്നോട് ക്ഷമിക്കൂ. ഫോർ ബീയിങ് ലേറ്റ് വൈകിയതിന്. പ്ലീസ് ഫൊഗീവ് മീ ഫോർ ബീയിങ് ലേറ്റ് വൈകിയതിന് ദയവായി എന്നോട് ക്ഷമിക്കൂ. ഫോഴ്സ് നിർബന്ധിക്കുക. എന്നെ ഇത് ചെയ്യാൻ നിർബന്ധിക്കരുത്. ഡോണ്ട് ഫോഴ്സ് മീ ടു ഡു ദിസ്. ഡോണ്ട് ഫോഴ്സ് മീ എന്നെ നിർബന്ധിക്കരുത്. ടു ഡു ദിസ് ഇത് ചെയ്യാൻ. ഡോണ്ട് ഫോഴ്സ് മീ ടു ഡു ദിസ്
എന്നെ ഇത് ചെയ്യാൻ നിർബന്ധിക്കരുത്. ഫോളോ, പിന്തുടരുക അല്ലെങ്കിൽ അനുസരിക്കുക. നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പിന്തുടരുക അല്ലെങ്കിൽ അനുസരിക്കുക. ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ നിർദ്ദേശങ്ങൾ. കെയർഫുള്ളി ശ്രദ്ധാപൂർവം. ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പിന്തുടരുക. ഫിനിഷ്, തീർക്കുക. ഞാൻ ഈ ജോലി ഉടൻ തീർക്കും. ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക് സൂൺ. സൂൺ എന്ന് വെച്ചാൽ ഉടനെ. ഐ വിൽ ഫിനിഷ് ദിസ് വർക്ക് സൂൺ. ഞാൻ ഈ ജോലി ഉടൻ തീർക്കും. ഫൈനലി, അവസാനം. അവസാനം മഴ നിന്നു. ഫൈനലി ദ റെയിൻ സ്റ്റോപ്ഡ്. റെയിൻ, മഴ. ഫൈനലി ദ റെയിൻ സ്റ്റോപ്ഡ്. അവസാനം മഴ നിന്നു. ഫിയർ, പേടി അല്ലെങ്കിൽ ഭയം. എനിക്ക് ഉയരം പേടിയാണ്. ഐ ഹാവ് എ ഫിയർ ഓഫ് ഹൈറ്റ്സ്. ഫേവറേറ്റ്, പ്രിയപ്പെട്ട. നീല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിറമാണ്. ബ്ലൂ ഈസ് മൈ ഫേവറേറ്റ് കളർ. ഫെയിലിയർ, പരാജയം. പരാജയത്തെ ഭയപ്പെടരുത്. ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഫെയിലിയർ. അഫ്രൈഡ് എന്ന് വെച്ചാൽ ഭയന്ന, പേടിച്ച, ഇതൊക്കെയാണ് അർത്ഥം. ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ഫെയിലിയർ. പരാജയത്തെ ഭയപ്പെടരുത്. എക്സ്പ്ലെയിൻ, വിവരിക്കുക. ദയവായി ഇത് വീണ്ടും വിവരിക്കൂ. പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് അഗെയിൻ. അഗെയിൻ എന്ന് വെച്ചാൽ വീണ്ടും. പ്ലീസ് എക്സ്പ്ലെയിൻ ദിസ് അഗെയിൻ. ദയവായി ഇത് വീണ്ടും വിവരിക്കൂ. എക്സ്പേർട്ട്, വിദഗ്ധൻ. പാചകത്തിൽ അദ്ദേഹം ഒരു വിദഗ്ധനാണ്. ഹീസ് ആൻ എക്സ്പേർട്ട് ഇൻ കുക്കിംഗ്. കുക്കിംഗ്, പാചകം. ഹീസ് ആൻ എക്സ്പേർട്ട് ഇൻ കുക്കിംഗ്. പാചകത്തിൽ അദ്ദേഹം ഒരു വിദഗ്ധനാണ്. എംപ്റ്റി, ഒഴിഞ്ഞ. കുപ്പി ഒഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ കാലിയാണ്. ദ ബോട്ടിൽ ഈസ് എംപ്റ്റി. ഏൺ, സമ്പാദിക്കുക. അവന് കൂടുതൽ പണം സമ്പാദിക്കണം. ഹി വാണ്ട്സ് ടു ഏൺ മോർ മണി. ഹി വാണ്ട്സ് ടു ഏൺ, അവന് സമ്പാദിക്കണം. മോർ മണി, കൂടുതൽ പണം. ഹി വാണ്ട്സ് ടു ഏൺ മോർ മണി. അവന് കൂടുതൽ പണം സമ്പാദിക്കണം. ഏർലി, നേരത്തെ. ഞാനിന്ന് നേരത്തെ ഉണർന്നു. ഐ വോക്കപ്പ് ഏർലി ടുഡേ. ഐ വോക്കപ്പ് ഏർലി ടുഡേ. ഡ്രീം, സ്വപ്നം. ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. ഐ ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം. സ്ട്രേഞ്ച് എന്ന് വെച്ചാൽ വിചിത്രമായ. ഐ ഹാഡ് എ സ്ട്രേഞ്ച് ഡ്രീം. ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. ഡിഫറെൻറ്റ്, വ്യത്യസ്തമായ. ഇതൊരു വ്യത്യസ്തമായ നിറമാണ്. ദിസ് ഈസ് എ ഡിഫറെൻറ്റ് കളർ. ഡീപ്പ്, ആഴമുള്ള. ഇവിടെ വെള്ളത്തിന് നല്ല ആഴമുണ്ട്. ദ വാട്ടർ ഈസ് വെരി ഡീപ്പ് ഹിയർ. ഡിസൈഡ്, തീരുമാനിക്കുക. നീ പെട്ടെന്ന് തീരുമാനിക്കണം. യു മസ്റ്റ് ഡിസൈഡ് ക്വിക്ക്ലി. ക്വിക്ക്ലി എന്ന് വെച്ചാൽ പെട്ടെന്ന്. യു മസ്റ്റ് ഡിസൈഡ് ക്വിക്ക്ലി. നീ പെട്ടെന്ന് തീരുമാനിക്കണം. ഡേഞ്ചറസ്, അപകടകരമായ. ഇപ്പോൾ പുറത്തു പോകുന്നത് അപകടകരമാണ്. ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു ഗോ ഔട്ട് നൗ. കൺഫേം, ഉറപ്പാക്കുക. ദയവായി ആ വാർത്ത ഉറപ്പാക്കുക. പ്ലീസ് കൺഫേം ദ ന്യൂസ്. ചൂസ്, തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാം. യു ക്യാൻ ചൂസ് എനി വൺ. സെലിബ്രേറ്റ്, ആഘോഷിക്കുക. നമ്മൾ ഇന്ന് രാത്രി ആഘോഷിക്കും. വി വിൽ സെലിബ്രേറ്റ് ടു നൈറ്റ്. ടു നൈറ്റ് എന്ന് വെച്ചാൽ ഇന്ന് രാത്രി. വി വിൽ സെലിബ്രേറ്റ് ടു നൈറ്റ്. ഇന്ന് രാത്രി നമ്മൾ ആഘോഷിക്കും. ബ്രിങ്, കൊണ്ടുവരിക. ദയവായി കുറച്ച് ലഘുഭക്ഷണം കൊണ്ടുവരൂ. പ്ലീസ് ബ്രിങ് സം സ്നാക്സ്. ബോറോ, കടം വാങ്ങുക. എനിക്ക് നിൻ്റെ കുടയൊന്ന് കടം വാങ്ങാമോ? ക്യാൻ ഐ ബോറോ യുവർ അംബ്രല്ല? അംബ്രല്ല, കുട. ക്യാൻ ഐ ബോറോ യുവർ അംബ്രല്ല? എനിക്ക് നിൻ്റെ കുടയൊന്ന് കടം വാങ്ങാമോ? ആസ്ക്, ചോദിക്കുക. ഗോ ആൻഡ് ആസ്ക് ഹിം. പോയി അവനോട് ചോദിക്കൂ. അറൈവ്, എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക. നിങ്ങൾ എപ്പോൾ എത്തും? വെൻ വിൽ യു അറൈവ്? അലൗ, അനുവദിക്കുക. ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. പ്ലീസ് അലോ മീ ടു ഗോ. പ്ലീസ് അലോ മീ, ദയവായി എന്നെ അനുവദിക്കൂ. ടു ഗോ, പോവാൻ. പ്ലീസ് അലോ മീ ടു ഗോ. ദയവായി എന്നെ പോകാൻ അനുവദിക്കൂ. അഗ്രി, സമ്മതിക്കുക അല്ലെങ്കിൽ യോജിക്കുക. ഞാൻ നിങ്ങളോട് യോജിക്കുന്നില്ല. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. അഡ്വൈസ്, ഉപദേശം. എനിക്കിതിൽ നിങ്ങളുടെ ഉപദേശം വേണം. ഐ നീഡ് യുവർ അഡ്വൈസ് ഓൺ ദിസ്. ഐ നീഡ് യുവർ അഡ്വൈസ്. എനിക്ക് നിങ്ങളുടെ ഉപദേശം വേണം. ഓൺ ദിസ്, ഇതിൽ. ഐ നീഡ് യുവർ അഡ്വൈസ് ഓൺ ദിസ്. എനിക്കിതിൽ നിങ്ങളുടെ ഉപദേശം വേണം. വണ്ടർ, അത്ഭുതം അല്ലെങ്കിൽ അതിശയിക്കുക. അവൻ എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഐ വണ്ടർ വൈ ഹീ ഈസ് ലേറ്റ്. സ്ട്രിക്റ്റ്, കർശനമായ. ഞങ്ങളുടെ അധ്യാപകൻ വളരെ കർശനക്കാരനാണ്. അവർ ടീച്ചർ ഈസ് വെരി സ്ട്രിക്റ്റ്. പൊളൈറ്റ്, മര്യാദയുള്ള. അവൻ എല്ലാവരോടും എപ്പോഴും മര്യാദയോടെ പെരുമാറുന്നു. ഹീ ഈസ് ഓൾവേസ് പൊളൈറ്റ് ടു എവ്രി വൺ. നോയ്സി, ബഹളമുള്ള.
ഈ മുറിയിൽ വലിയ ബഹളമാണ്. ദിസ് റൂം ഈസ് വെരി നോയ്സി. ലേസി, മടിയുള്ള. ഡോണ്ട് ബി സോ ലേസി. ഇത്രയും മടിയനാകരുത്. ഇൻവൈറ്റ്, ക്ഷണിക്കുക. നീ അവരെ പാർട്ടിക്ക് ക്ഷണിച്ചോ? ഡിഡ് യു ഇൻവൈറ്റ് ദം ടു ദ പാർട്ടി? ഇഗ്നോർ, അവഗണിക്കുക. അവർ പറയുന്നത് അവഗണിച്ചേക്കുക. ജസ്റ്റ് ഇഗ്നോർ വാട്ട് ദേ സേ. സേ എന്ന് വെച്ചാൽ പറയുക. ജസ്റ്റ് ഇഗ്നോർ വാട്ട് ദേ സേ. അവർ പറയുന്നത് അവഗണിച്ചേക്കുക. ഹെൽത്തി, ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യകരമായ. നടക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. വാക്കിംഗ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്. ഹാബിറ്റ് എന്ന് വെച്ചാൽ ശീലം. വാക്കിംഗ് ഈസ് എ ഹെൽത്തി ഹാബിറ്റ്. നടക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. എക്സ്പീരിയൻസ്, പരിചയം അല്ലെങ്കിൽ അനുഭവം. നിങ്ങൾക്ക് ഈ ജോലിയിൽ മുൻപരിചയമുണ്ടോ? ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ ദിസ് വർക്ക്? ഡിസ്കസ്, ചർച്ച ചെയ്യുക. നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം. വി വിൽ ഡിസ്കസ് ദിസ് ലേറ്റർ. ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട്. വി വിൽ ഡിസ്കസ് ദിസ് ലേറ്റർ. നമുക്കിത് പിന്നീട് ചർച്ച ചെയ്യാം. കംപ്ലെയിൻ, പരാതിപ്പെടുക. എല്ലാ കാര്യത്തെക്കുറിച്ചും പരാതിപ്പെടരുത്. ഡോണ്ട് കംപ്ലെയിൻ അബൌട്ട് എവ്രിതിങ്. കംഫർട്ടബിൾ, സൗകര്യപ്രദമായ അല്ലെങ്കിൽ സുഖകരമായ. ഈ കസേര വളരെ സുഖകരമാണ് അല്ലെങ്കിൽ സൗകര്യപ്രദമാണ്. ദിസ് ചെയർ ഈസ് വെരി കംഫർട്ടബിൾ. ചീപ്പ്, വില കുറഞ്ഞ. ഈ ഫോണിന് വില വളരെ കുറവാണ്. ദിസ് ഫോൺ ഈസ് വെരി ചീപ്പ്. അഡ്ജസ്റ്റ്, ക്രമീകരിക്കുക. നിങ്ങൾക്ക് സീറ്റ് ഒന്ന് ക്രമീകരിക്കാമോ? ക്യാൻ യു അഡ്ജസ്റ്റ് ദ സീറ്റ്? സൊല്യൂഷൻ, പരിഹാരം. ഈ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം വേണം. വി നീഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം. പ്രോമിസ്, വാഗ്ദാനം. ഞാൻ നിന്നെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഐ പ്രോമിസ് ഐ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.